നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ആളൂരിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. ആളൂർ കാൽവരിക്കുന്നിലെ തോട്ടിലാണ് അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. അണ്ടർ 19 കാവ വോളി ചാമ്പ്യൻഷിപ്പിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കിയ ഇന്ത്യൻ ടീമിൽ പറവൂർ സ്വദേശിയും. ടീമിലെ കേരളത്തിൽ നിന്നുള്ള ഏക താരമാണ് പറവൂർ വാവക്കാട് നെടിയ റെജിമോൻ പാർവതി ദമ്പതികളുടെ മകൻ ആദികൃഷ്ണ. അന്നമനട ഗ്രാമപഞ്ചായത്ത് ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വിധവാ ദിനം ആചരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി വിനോദ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ആളൂരിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. ആളൂർ കാൽവരിക്കുന്നിലെ സ്വകാര്യ പറമ്പിന് സമീപത്തെ തോട്ടിലാണ് അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. തിങ്കളാഴ്ച രാവിലെയാണ് സംഭവം. റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള തോടായതിനാൽ ട്രെയിനിൽ യാത്രക്കിടയിൽ നിന്നും വീണ് മരിച്ചതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. ആളൂർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ജൂൺ 10 മുതൽ 16 വരെ ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന അണ്ടർ 19 കാവ വോളി ചാമ്പ്യൻഷിപ്പിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കിയ ഇന്ത്യൻ ടീമിൽ പറവൂർ സ്വദേശി. സംസ്ഥാനത്തിനും പറവൂരിനും അഭിമാനമായി മാറിയിരിക്കുകയാണ് ആദി. ടീമിലെ കേരളത്തിൽ നിന്നുള്ള ഏക താരമാണ് പറവൂർ വാവക്കാട് നെടിയ റെജിമോൻ പാർവതി ദമ്പതികളുടെ മകൻ ആദികൃഷ്ണ. ചെറുപ്പം മുതൽ കൊട്ടുപള്ളിക്കാട് HMY HSS സ്കൂളിൽ പരിശീലകൻ MC നിതിനൊപ്പം പരിശീലനം ആരംഭിച്ച ആദി തുടർന്ന് 3 വർഷക്കാലം മുത്തൂറ്റ് വോളി അക്കാദമിയിൽ സജീവ് P വാസുവിന്റെ പരിശീലനത്തിലായിരുന്നു. പിന്നീട് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ സെലക്ഷനിലൂടെ കോട്ടയം ഗിരിദീപം ബദനി ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 വിദ്യാർത്ഥിയായി ചേർന്നു. വളരെ ചെറുപ്പം തൊട്ടേ വോളിബോൾ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ കൊല്ലത്തെ അണ്ടർ 19 ഇന്ത്യൻ ടീമിലേക്ക് സ്ഥാനം ലഭിച്ചു. നല്ല രീതിയിൽ തന്നെ കളിക്കാനും പറ്റി. ഇനിയും ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കണമെന്നാണ് ആഗ്രഹം. കളി തുടങ്ങിയത് കൊട്ടുപള്ളിക്കാട് സ്കൂളിലാണ്. ആദ്യത്തെ എൻ്റെ കോച്ച് എന്ന് പറഞ്ഞാൽ നിതിൻ MC ആയിരുന്നു. ഇപ്പോൾ 1 വർഷത്തോളമായി ലാലു സാറിൻ്റെ കീഴിൽ കോട്ടയം ഗിരിദീപം സ്കൂളിൽ പ്രാക്ടീസ് ചെയ്യുന്നു. അടുത്ത കൊല്ലത്തെയും ഇനി വരുന്ന കൊല്ലങ്ങളിലും എനിക്ക് ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കണമെന്നാണ് ആഗ്രഹം. ഇപ്പോൾ സ്പോർട്സ് കൗൺസിൽ പരിശീലകനായ ലാലു ജോണിന്റെ കീഴിൽ പരിശീലനം നടത്തി വരികയാണ്. ആദികൃഷ്ണയുടെ സഹോദരൻ അങ്കിത് കൃഷ്ണയും വോളിബോൾ താരമാണ്. ഞാൻ മുമ്പ് പന്ത് കളിച്ചിരുന്ന ആളാണ്. പിന്നെ എനിക്ക് ആ കളിയിൽ നിന്ന് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. അതിന് പറ്റാത്ത സാഹചര്യം ഉണ്ടായതുകൊണ്ട് മകനിലൂടെ അത് നേടാൻ പറ്റിയപ്പോൾ അവനതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു. കോർട്ടുകളിലാണ് പരിശീലിക്കുന്നത്. ഇപ്പോൾ ജയദേവൻ ചേട്ടൻ്റെ കൂടെയും അവിടെ ആവ്യത്ത് കോർട്ടിലാണ് പരിശീലനത്തിനൊക്കെ പോണത്. തുടർന്നും ഇന്ത്യൻ ടീമിൽ കളിക്കണമെന്നാണ് ആദികൃഷ്ണയുടെ ആഗ്രഹം. മീഡിയ ടൈം, പറവൂർ. അന്നമനട ഗ്രാമപഞ്ചായത്ത് ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വിധവാ ദിനം ആചരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി വിനോദ് ഉദ്ഘാടനം ചെയ്തു. ഇത്തരം ആളുകൾക്കുണ്ടാകുന്ന സാമൂഹ്യ പ്രശ്നങ്ങളെക്കുറിച്ച്, സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ച്, അതോടൊപ്പം തന്നെ അവരഭിമുഖീകരിക്കുന്ന വ്യത്യസ്തമായ വിഷയങ്ങൾ, ആ പ്രശ്നങ്ങളെ പരിഹരിക്കണമെന്നുള്ളതിൻ്റെ അത് നിയമപരമായും സാമൂഹികപരമായും അതോടൊപ്പം തന്നെ സാമൂഹ്യ പങ്കാളിത്തത്തോടുകൂടി അവർക്ക് സുരക്ഷയും പിന്തുണയും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനം ഗ്രാമപഞ്ചായത്ത് ആലോചിച്ചത്. ഇപ്പോൾ ഗ്രാമപഞ്ചായത്തെ സംബന്ധിച്ച് ഒരു 4 വർഷം പൂർത്തീകരിക്കുമ്പോൾ 4 വർഷം കഴിഞ്ഞ് 5ാം വർഷത്തിലേക്ക് കിടക്കുമ്പോൾ വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ മഞ്ജു സതീശൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് VC ഉണ്ണികൃഷ്ണൻ വിഷയാവതരണം നടത്തി. പറവൂർ കൈതാരം ചിങ്ങച്ചേരി പൊക്കാളിപ്പാടത്ത് വിത്ത് വിതച്ചു. കോട്ടുപള്ളി S വാസു സ്മാരക തൊഴിൽ സേനയുടെ നേതൃത്വത്തിൽ കൈതാരം ചിങ്ങച്ചേരി പാടത്ത് നടന്ന വിത്ത് വിതയ്ക്കൽ ചടങ്ങ് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി TC ഷിബു ഉദ്ഘാടനം ചെയ്തു. KSKTU ജില്ലാ വൈസ് പ്രസിഡന്റ് PS ഷൈല, കോട്ടുപള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS ഷാജി, AK രഘു, NS മനോജ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജെൻസി തോമസ്, KK ശാന്ത, EC വി ചന്ദ്രൻ, TA രവി, PK ശാന്ത എന്നിവർ സംസാരിച്ചു. കൃഷിഭൂമിയെ അത്തരമൊരു പശ്ചാത്തലത്തിൽ ഇനി അവശേഷിക്കുന്ന കൃഷിയിടങ്ങളെങ്കിലും നഷ്ടപ്പെടാൻ ഇടയാകരുത്. അതാണ് കർഷക തൊഴിലാളി എടുത്തൊരു തീരുമാനം. അത് കുറച്ചു കാലം ധരിച്ചിട്ട് പിന്നെ തരം മാറ്റി
ആ ഭൂമി എന്നേക്കുമായി കൃഷിയിടമല്ലാതാക്കി മാറ്റുന്ന പ്രവണത ഇനി ഉണ്ടാകാൻ പാടില്ല. CPIM പുത്തഞ്ചിറ ചിലങ്ക ബ്രാഞ്ച് ആദരണീയം പരിപാടി സംഘടിപ്പിച്ചു. CPIM മാള ഏരിയ കമ്മിറ്റി അംഗം VN രാജേഷ് ഉദ്ഘാടനം ചെയ്തു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ നമ്മുടെ ആശാ വർക്കറെ ക്ഷണിച്ചിട്ടുണ്ട്. തൊഴിലുറപ്പ് മേഖലയിൽ പണിയെടുക്കുന്ന ആളുകളെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. അംഗൻവാടിയിൽ നിന്ന് വിരമിച്ച ടീച്ചറെ ക്ഷണിച്ചിട്ടുണ്ട്. നമ്മുടെ നാടിന്റെ ശുചിത്വ പോരാളികളായിട്ടുള്ള ഹരിതകർമ്മ സേനാംഗങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന സമൂഹത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ ആളുകൾക്ക് ആദരം കൊടുക്കുന്നു. ഒപ്പം ദീർഘകാലം ഈ പാർട്ടിയിൽ ഈ ചിലങ്ക പ്രദേശത്ത് അതിന്റെ ബ്രാഞ്ച് സെക്രട്ടറിയായി ഞങ്ങൾക്കൊക്കെ മാർഗനിർദ്ദേശങ്ങൾ തന്ന ഞങ്ങൾക്ക് മുൻപ് ഞങ്ങൾക്കൊപ്പമെല്ലാം പ്രവർത്തിച്ച് ഇപ്പൊ ചില ശാരീരിക അവശതകളൊക്കെ ഉണ്ട് എങ്കിലും മനസ്സുകൊണ്ട് ഞങ്ങളുടെയൊക്കെ ഒപ്പം ഈ പാർട്ടിക്കൊപ്പം പാർട്ടി പ്രവർത്തനങ്ങളിലെല്ലാം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളോടൊപ്പമുള്ള പ്രിയപ്പെട്ട ഗോപാലകൃഷ്ണൻ ചേട്ടനെയും ഇവിടെ ആദരം കൊടുക്കുന്നു. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി അനുമോദന ചടങ്ങ് നിർവഹിച്ചു. എക്സൈസ് ഇൻസ്പെക്ടർ PB ബിനോയ് ലഹരി വിരുദ്ധ ക്ലാസ് നയിച്ചു. SSLC +2 വിജയികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ആശാ വർക്കർ എന്നിവർക്കാണ് ആദരവ് നൽകിയത്. മാള തൻകുളം വാണിയപ്പള്ളി കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആദരവ് പരിപാടി സംഘടിപ്പിച്ചു. കേരള സംഗീത നാടക അക്കാദമിയുടെ ഏറ്റവും മികച്ച പശ്ചാത്തല സംഗീത സംവിധായകനുള്ള അവാർഡ് നേടിയ അനിൽ മാളയെ പുരസ്കാരം നൽകി ആദരിച്ചു. സത്യൻ VS അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മൃദംഗ കലാകാരനും കവിയുമായ സുജൻ പൂപ്പത്തി, തൃശൂർ സിറ്റി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അനിയൻ ആനമ്പലത്ത്, SI സുഭാഷ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ഷാജിമോൻ, സതീഷ്, ബൈജു എന്നിവർ സംസാരിച്ചു. പുരസ്കാര ജേതാവും വാണിയപ്പള്ളി കുടുംബാംഗവുമായ അനിൽ മാള മറുപടി പ്രസംഗം നടത്തി. അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ അഭിനന്ദനം മൂലം അതുവഴി ഉണ്ടാകുന്ന പ്രോത്സാഹനം, അത് വളരെ പിശുക്ക് ഉള്ളൊരു കാര്യമാണ്. എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടാണ് ഒരു അഭിനന്ദനം കൊടുക്കുക അല്ലെങ്കിൽ അപ്രീസിയേഷൻ കൊടുക്കുക എന്നുള്ളത്. അപ്രീഷിയേറ്റ് ചെയ്താൽ നമ്മളുടെ ചില കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും കുറവ് വരുമോ എന്ന് പേരുള്ള ആൾക്കാരുണ്ട്. അത് ഏറ്റവും കുറവ് കിട്ടുന്നത് സ്വന്തം നാട്ടിലോ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലോ ആയിരിക്കും. സാധാരണ നമ്മൾ പറയാറുണ്ട് ഈ അപ്രിസിയേഷൻ കൊടുക്കുന്നതിനനുസരിച്ചാണ് ഒരാളുടെ വളർച്ച. അത് നമ്മൾ ഏറ്റവും കുറച്ച് കൊടുക്കുന്നത് നമ്മുടെ സ്വന്തം മക്കൾക്കാണ്. അപ്പോൾ കുടുംബത്തിൽ തന്നെ അത് കുറവാണ്. അത് സ്വന്തം നാടും ഈ കുടുംബവും അതുപോലെ തന്നെയായിരിക്കും എന്ന സാധാരണഗതിയിൽ. പക്ഷേ അതിന് വിപരീതമായി വാണിപ്പള്ളി തറവാട് ഈ വേദിയൊരുക്കി അനിലിന് ഇത്തരം ഒരാദരം നൽകിയത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ആളൂരിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. ആളൂർ കാൽവരിക്കുന്നിലെ തോട്ടിലാണ് അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. അണ്ടർ-19 കാവ വോളി ചാമ്പ്യൻഷിപ്പിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കിയ ഇന്ത്യൻ ടീമിൽ പറവൂർ സ്വദേശിയും ടീമിലെ കേരളത്തിൽ നിന്നുള്ള ഏക താരമാണ് പറവൂർ വാവക്കാട് നെടിയ റെജിമോൻ പാർവതി ദമ്പതികളുടെ മകൻ ആദികൃഷ്ണ. അന്നമനട ഗ്രാമപഞ്ചായത്ത് ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വിധവാ ദിനം ആചരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.